വൈകുന്നേരം ആകുമ്പോഴത്തേക്കുണ്ട് ഷാനത്ത് വിളിക്കുന്നു കേട്ടോ. വേഗം പേരാമ്പ്ര ബൈപ്പാസിലേക്ക് വന്നാൽ ഞാനൊരു സാധനം കൊണ്ടുവരാമെന്ന്. ഓൾറെഡി ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് മുപ്പത്തിനോട് പറഞ്ഞതിന് ഒരു 3-4 ദിവസം മുന്നേ കേട്ടോ. കേക്കായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിൽ എനിക്ക് എൻ്റെ ഷാനത്തിനോട് പറഞ്ഞാൽ മതി. മുപ്പത്തി നല്ല സെറ്റായിട്ട് ഉണ്ടാക്കി തരും. ഷാനത്തന്റെ കേക്കും അതേപോലെ തന്നെ ബ്രൗണീസും നമ്മളെ പേരാമ്പ്രക്കാർക്ക് പരിചയമാണല്ലോ. റീല് കണ്ട് ആർത്തി മുത്ത് പണ്ടാരടങ്ങിയിട്ട് മുപ്പത്തേക്ക് ഞാൻ അയച്ചു കൊടുത്താണ് കേട്ടോ ഈ ഒരു സാധനം. അങ്ങനെ കേസ് എന്റെ കയ്യിലെത്തി. ഇതിന്റെ പേരിപ്പോ എന്താന്ന് ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടാളും കൂടിയിട്ട് കണ്ടുപിടിച്ചിട്ട് ഒരു പേരങ്ങ് ചോക്കോ കോക്കോ കുനാഫ ക്രഷ് പേരങ്ങണ്ട് കൈസ്. പേരെന്തായാലും വെറൈറ്റി ആയി. ഷാനത്താന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റം. അങ്ങനെ നമ്മള് ഈ ഒരു ചോക്കോ ക്രഷും കൊണ്ടിട്ട് പേരാമ്പ്രയിൽ പോത്ത സ്ഥലങ്ങളില്ല അവിടെ നോക്കെ ഞങ്ങൾക്ക് സാധനം വാങ്ങാണ്ട് കേട്ടോ. വണ്ടിയുടെ ഇടിക്കിന്റെ ഉള്ളിൽ വെക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. എന്റെ കൈകളിൽ എന്നും ഭദ്രെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് പുരലെത്തിയാൽ മതി എന്നാണ് വിചാരിക്കുന്നത്. ബൈപ്പാസ് കൂടെ തന്നെ വേഗം പുരലെത്താൻ വേണ്ടിയിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ഇംകൃതിയിൽ അങ്ങനെ നിൽക്കുക. പുരയിലെത്തി അശ്വിനി ഇത് കണ്ടപാടുള്ള മൊത്തത്തിൽ മിന്നിമറന്ന നവരസങ്ങളാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊടുക്കുന്നത് കേട്ടോ. ബോക്സിന്റെ അടപ്പ് തുറന്ന് 2 സ്പൂൺ എടുത്തിട്ട് രണ്ടാളും 2 വൈക്കായിട്ട് ഇരിക്കുക. ഈ ഒരു ടേസ്റ്റ് ഇപ്പൊ എങ്ങനെയാണെന്ന് ഞാനിപ്പോ നിങ്ങളോട് ഇന്ന് വർണ്ണിക്കുക എനിക്കറിയില്ല. അത്രയ്ക്കും അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ഐറ്റം മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. കാരണം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. താങ്ക് യു ഷാനിത.